എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മാത്സ് പാർട്ടാണ്. 2n-2n-2 = 96 ആയാൽ എന്നിന്റെ വില. ഇതിനെ ഞാൻ എന്ത് എഴുതി? 2n-2നെ നമുക്ക് എന്ത് എഴുതാം? 2n ഇൻറ്റു 2 എന്ന് എഴുതാം. അതായത് എന്താണ്? a⁴m ഇൻറ്റു a⁴n ആണ് a⁴m+n. അതേമാതിരി നമ്മൾ എഴുതിയപ്പോഴാണ് 2n ഇൻറ്റു 2 2 എന്ത് എഴുതാം? 1/2² എന്ന് എഴുതാം അല്ലേ? അപ്പൊ 2n ഇൻറ്റു 1/2². അതാണ് 2n-2. ഇനി നമുക്ക് ഇവിടുന്ന് ചെയ്യാം. 2n-2 എന്ന് പറയുന്നത് 2n ഇൻറ്റു 1/2². ഇനി 2n ഞാൻ പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടും? ഇവിടെ 1 ആവും അല്ലെ? 1 - 1/2² എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 96 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2n എന്ത് വരും? ഇത് 4 - 1 3/4 എന്ന് വരും. അപ്പൊ 96 ഇൻറ്റു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ 4/3 അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? 32 എന്ന് പറഞ്ഞാൽ 2/5 ആണ് അല്ലേ? 2/2 ആണ് ഇത്. അപ്പൊ a⁴m+n എന്നുള്ള ഫോമിൽ എഴുതിയ 2/5+2 അതായത് 2/7. അപ്പൊ 2n ആണ് 2/7 എന്ന് പറഞ്ഞാൽ n എന്ത് വരും? n = 7 എന്ന് വരും. പക്ഷെ ഇതിൽ 7 എന്നുള്ള ആൻസർ ഇല്ല. അപ്പൊ ഇവ ഒന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഡിലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകളുണ്ട്. 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യയുണ്ട്. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആണ്. 1 മുതൽ 100 വരെയുള്ളതിൽ 25 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. പിന്നെ ഏതൊക്കെയാണ്? 2, 3, 5, 7, 11 അങ്ങനെയാണ് അഭാജ്യ സംഖ്യകൾ അല്ലെ? അപ്പൊ ഇതിൽ ഏറ്റവും ചെറുതും ഒരേ ഒരു ഇരട്ട സംഖ്യയുമായിട്ടുള്ള ഒരു സംഖ്യ 2 മാത്രമാണ്. അപ്പൊ അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യയുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പൊ എന്തൊക്കെയാണ് ശരി? 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അവര് ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 75 നോക്കാം. തുടർച്ചയായ 5 ഒറ്റസംഖ്യകളാണ് ABCDE. താഴെ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി? ഇത് തുടർച്ചയായ ഒറ്റസംഖ്യകളല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഏറ്റവും നടുവിലുള്ളത് അതിന്റെ ശരാശരി എന്ന് പറയാൻ സാധിക്കും. പിന്നെ എന്താണ്? ആദ്യത്തതും അവസാനത്തതും കൂടി കൂട്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതും ശരാശരിയാണ്. അതായത് a+e/2 എന്ന് പറയാം. ഇനി നോക്കൂ, ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ തുക ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അത്. അപ്പൊ a+b+c+d+e ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാലും അതിന്റെ ശരാശരിയാണ്. അപ്പൊ എന്താണ്? 3ഉം ശരി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ആൻസർ 3ഉം ശരി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. $250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നു പോകുവാൻ എത്ര സമയം വേണ്ടിവരും? അതായത് എതിർദിശയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും അപ്പൊ എത്ര ദൂരം സഞ്ചരിക്കണം? ഈ രണ്ടെണ്ണത്തിന്റെയും ദൂരം, അതായത് രണ്ടെണ്ണത്തിന്റെയും നീളം നമ്മൾ സഞ്ചരിക്കണം അല്ലെ? അപ്പൊ 250ഉം 320ഉം കൂടി കൂട്ടണം. ആ ദൂരാണ് സഞ്ചരിക്കേണ്ടത്. അപ്പൊ എത്രയാണ്? 570. 570 മീറ്റർ ആണ് കേട്ടോ, മീറ്റർ ആണ്. ഇനി വേഗത എങ്ങനെയാ കണ്ടുപിടിക്കുക? രണ്ടും പരസ്പരം എതിർദിശയിലാവുമ്പോ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളതാണ്
വേഗത എന്ന് പറയുന്നത്. അപ്പൊ 60 കിലോമീറ്റർ പെർ അവറും 50 കിലോമീറ്റർ പെർ അവറും അപ്പൊ എന്താണ് 110 കിലോമീറ്റർ പെർ അവർ ആണ്. അതായത് ഇനി ഇവിടെ മീറ്റർ ആണ്. അപ്പൊ നമ്മള് കിലോമീറ്റർ പെർ അവറിനെ എന്താക്കണം, മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. 110 ഇൻറ്റു 5/18 എന്ന് പറഞ്ഞാലാണ് മീറ്റർ പെർ സെക്കൻഡ് ആവുക. അതായത് കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇനി എന്താണ്, കടന്നു പോകാൻ എത്ര സമയം, ടൈം ആണ് നമുക്ക് കണ്ടത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം, അല്ലേ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 570 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ എത്രയാണ് വേഗത? 110 ഇൻറ്റു 5/18, അല്ലേ? അപ്പൊ ഈ 18 മുകളിലേക്ക് പോവും, അല്ലെ? 570 ഇൻറ്റു 18 ബൈ 110 ഇൻറ്റു 5. അപ്പൊ എന്താണ് വരിക? ഇവിടെ 5 നമുക്ക് വെട്ടിക്കളയാം. എത്ര പ്രാവശ്യം? ഓരഞ്ച് 5. ഇവിടെ ആവുമ്പോഴോ ഓരഞ്ച് 5, 20ൽ 4 5 20. 114 ഇൻറ്റു 18. 114 ഇൻറ്റു 18 എത്ര വരും? 4 32, 3 1 8 3 11 1 9 4 1 1 2 5 10 2052 ഡിവൈഡഡ് ബൈ 110, അല്ലേ? 2052 ഡിവൈഡഡ് ബൈ 110. ഇവിടെ 110ല് അപ്പൊ ഇവിടെ ഒന്നും കൂടി പോവും, അല്ലെ? ഒരു പ്രാവശ്യം കൂടി 2 പോവും, അല്ലെ? 55 എന്നാക്കാം. അപ്പൊ ഇവിടെ നമ്മളൊക്കെ എന്താവും? 1 0 2 6 എന്നാവും. 1 0 2 6 ഡിവൈഡഡ് ബൈ 55. 1 0 2 6 ഡിവൈഡഡ് ബൈ 55. 55 102ല് ഒരു പ്രാവശ്യം, അപ്പൊ 55. ഇവിടെ എന്താവും? 7 ആവും. ഇവിടെ 4 ആവും. 476ല് എത്ര പ്രാവശ്യം പോവും? 8 പ്രാവശ്യം പോവും. 8 5 40, 4 8 40 4 44. അപ്പൊ എന്താണ്? 6 3. ഇനി പോയിന്റ് ഇടാം, അല്ലെ? 0 ഇടുക. 360. 360ല് 55 എത്ര പ്രാവശ്യം പോവും? 6 പ്രാവശ്യം. 6 5 30. 3 6 5 30ഉം 3ഉം 33, അല്ലെ? അപ്പൊ 18.6 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ മറക്കരുത്. പിന്നെ ദൂരം കാണുമ്പോൾ നമ്മൾ എതിർദിശയിലാവുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും കൂടി കൂട്ടണം. രണ്ട് തീവണ്ടികളുടെയും നീളങ്ങൾ തമ്മിൽ കൂട്ടുക. പിന്നെന്താണ്, അതിൻ്റെ വേഗത കിട്ടാൻ വേണ്ടി രണ്ടും കൂടി കൂട്ടുകയാണ് വേണ്ടത്. രണ്ട് ആവറേജ് സ്പീഡുകളും തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 പ്ലസ് 4 ഇതിന്ന് 4/88 ഞാൻ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് വരും. അതെന്ന് പറയുന്നത് 4k ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് 1 പ്ലസ് 1 പ്ലസ് അത് 4 ആണ്. 4/88 ഇൻറ്റു 4/1, അതായത് a/m ഇൻറ്റു a/n എന്ന് പറയുന്നത് a/m+n ആണ്. 4/88 പ്ലസ് 1 എന്ന് വരും, അതായത് 89, അല്ലെ? 4/89 എന്ന് പറയുന്നത് 4k ആണ്. അപ്പൊ k എത്രയാണ് വരിക? 89 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും? നമ്മൾ പറയുമ്പോൾ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും 12 AM തുല്യമാകും. പിന്നെ 12 PM തുല്യമാവും. 6 AM 6 PM തുല്യമാവും. അപ്പൊ 4 പ്രാവശ്യമാണ് തുല്യമായിട്ടുള്ളത്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻറ്റു എന്ന ചിഹ്നം പ്ലസിനെയും പ്ലസ് എന്ന ചിഹ്നം ഡിവൈഡഡ് ബൈനെയും മൈനസ് എന്ന ചിഹ്നം ഇൻറ്റുവിനെയും ഡിവൈഡഡ് ബൈ എന്ന മൈനസിനെയും സൂചിപ്പിച്ചാൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റേത്? അതായത് ഇൻറ്റുവിന് പ്ലസ് എഴുതുക, മൈനസിന് എന്തെഴുതണം? ഇൻറ്റു എഴുതണം. ഇനി പ്ലസിന് എന്തെഴുതണം? പ്ലസ് എന്ന ചിഹ്നം ഡിവൈഡഡ് ബൈ, അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ.
ഡിവൈഡഡ് ബൈന് പകരം മൈനസ് എഴുതണം. അപ്പൊ എങ്ങനെയാണ് വരിക? 6 + 4 × 5 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 എന്ന് വരും. അപ്പൊ എന്താണ്? 6 + 4 × 5/2 അത് എത്രയാണ് വരിക? 10 ആണ് വരിക. 10ഉം 6ഉം 16 മൈനസ് 1 15. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് എന്താണ് വരിക? ഇനി അടുത്തത് നോക്കാം നമുക്ക്. അപ്പൊ ഫസ്റ്റത്തെ ശരിയാണെന്ന് കിട്ടി. ഇനി അടുത്തതും ഇതേപോലെ നോക്കുക. അങ്ങനെയൊക്കെ എല്ലാം നോക്കി വരുമ്പോ നമുക്ക് എങ്ങനെയാണ് ഇത് നോക്കൂ. ഇൻറ്റു എന്നതിനെ പ്ലസ് എന്നത്, മൈനസ് എന്നതിനെ എന്ത് ചെയ്യണം? ഇൻറ്റു എന്നത്, പ്ലസ് എന്നതിനെ എന്താണ്? ഡിവൈഡഡ് ബൈ എന്നത് മൈനസ്. ഇങ്ങനെ നോക്കുമ്പോ നോക്കൂ, 5 + 4 × 5 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. അപ്പൊ എത്ര വരും? ഇവിടെ 10 15 മൈനസ് 1 എന്ന് പറയുന്നത് 14 ആണ്. അപ്പൊ ഇതും ശരിയാണ് അല്ലെ? ഇനി അടുത്തത് നോക്കൂ. ഇവിടെ പ്ലസ് ആക്കണം, ഇവിടെ ഇൻറ്റു ആക്കണം, ഇവിടെ ഡിവൈഡഡ് ബൈ ആക്കണം, ഇവിടെ എന്താക്കണം? മൈനസ് ആക്കണം. അപ്പൊ എന്താ വരിക? 6 + 4 × 5/2 മൈനസ് 2 അല്ലേ? അപ്പൊ ഇവിടെ 10ഉം 6ഉം 16 മൈനസ് 2 എന്ന് പറയുന്നത് 14ആണ്. അപ്പൊ ഇനി തെറ്റായത് ഏതാവും? ഡി ആവും. ഡി നോക്കാം നമുക്ക്. 6 + 4 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 മൈനസ് 3. അതെത്രയാണ് വരിക? നോക്കൂ, 4 5 20/2 10. 10ഉം 6ഉം 16 മൈനസ് 3 13 വരിക. 12 ആണ്. അപ്പൊ ഡി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.